ഭാഗ്യലക്ഷ്മി ചോദിക്കുകയാണ്, ആ പ്രസാദ് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ അല്ലേ? പയ്യന്റെ അമ്മാവൻ പറയുകയാണ്, ആ പറഞ്ഞു പറഞ്ഞു, എല്ലാം പറഞ്ഞു. നമ്മൾ നമ്മളുടെ മക്കളെ ന്യായീകരിച്ചല്ലേ സംസാരിക്കൂ? അവരുടെ ഭാഗത്ത് തെറ്റില്ലെന്നല്ലേ പറയൂ? വിജയകുമാർ പറയുകയാണ്, ഇന്നത്തെ കാലത്ത് ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായാൽ അതൊക്കെ മറച്ചുവെച്ച് പെൺകുട്ടികളെ പറഞ്ഞു വിടുകയാണ് പതിവ്. എന്തായാലും ഞങ്ങൾക്കതിനോട് യോജിപ്പില്ല. അതുകൊണ്ടാണ് ബന്ധം ആലോചിച്ചു വരുന്നവരോട് കാര്യങ്ങൾ കാലേക്കൂട്ടി പറയുന്നത്. അമ്മാവൻ ചോദിക്കുകയാണ്, അതിപ്പോ പറഞ്ഞില്ലെങ്കിലും എല്ലാവരും അറിയില്ലേ? ഒരു ദിവസം ഇതായിരുന്നല്ലോ മൊബൈലിലെ വാർത്ത മുഴുവൻ. പയ്യൻ പറയുകയാണ്, അബദ്ധം ആർക്കും പറ്റാം, ഇനി അത് ആവർത്തിക്കാതിരുന്നാൽ മതി. ഭാഗ്യലക്ഷ്മി പറയുകയാണ്, മോനെ, എന്റെ മോളെ ചതിയിൽപ്പെടുത്തിയതാണ്. മോളുടെ അടുത്ത ഒരു ഫ്രണ്ട് പറ്റിച്ച പണിയാണ് ഇതൊക്കെ. അതിന് കൂടെ പഠിക്കുന്ന മറ്റു ചില കുട്ടികളും കൂട്ടിൽ നിന്നോ? അന്നേരം അമ്മാവൻ പറയുകയാണ്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. എല്ലാ കുട്ടികളും പഠിക്കാനല്ലേ പോകുന്നത്? അവർക്കൊക്കെ ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയതാണോ? അതുകൊണ്ട് അതിലേക്ക് നമുക്ക് സംസാരം നീട്ടണ്ട. പെൺകൊച്ചിനെ കാണാൻ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം വൃത്തിയും എടുപ്പുമൊക്കെ ഉണ്ട് അല്ലേടാ മോനെ? അച്ഛൻ ചോദിക്കുകയാണ്, നിനക്കിനി പെണ്ണിനോട് സംസാരിക്കണമോ? അമ്മാവൻ പറയുകയാണ്, പ്രഭാകര, പെണ്ണും ആണുമൊക്കെ സംസാരിക്കാൻ വരട്ടെ. അതിനു മുൻപ് നമുക്കൊന്ന് സംസാരിക്കണ്ടായോ? അതെ, അത്യാവശ്യം പേരുദോഷം കൽപ്പിച്ച കുട്ടിയാണ് ഈ നിൽക്കുന്ന. എന്താ പേര് എന്ന് ചോദിക്കുമ്പോൾ ഭാഗ്യലക്ഷ്മി പറയുകയാണ്, ദീപ. വീണ്ടും അമ്മാവൻ പറയുകയാണ്, അത് അവള് പറയട്ടെ. കൊച്ചു സംസാരിക്കുമോ ഇല്ലയോ എന്നൊക്കെ ഞങ്ങൾക്കറിയണ്ടേ? നീ പറ മോളെ എന്ന് ഭാഗ്യലക്ഷ്മി പറയുമ്പോൾ ദീപ എന്ന് പറയുകയാണ് ദീപ. അമ്മാവൻ പറയുകയാണ്, കല്യാണം കഴിഞ്ഞാലേ നിന്റെ പേരും പറഞ്ഞ് ഇവനെ കളിയാക്കാനും അത്യാവശ്യം കൊച്ചാക്കാനുമൊക്കെ ആൾക്കാരുണ്ടാകും. ഇവര് രണ്ടുപേരും കൂടി പുറത്തു പോകുമ്പോഴേ തുറിച്ചു നോക്കുന്നവരും കുറവായിരിക്കില്ല. അറിഞ്ഞു വച്ചുകൊണ്ട് ഇങ്ങനൊരു കല്യാണം നടത്തേണ്ട കാര്യം ഇല്ല. പിന്നെ പെൺകൊച്ചിന്റെ അമ്മ വില്ലേജ് ഓഫീസറാണ്, അച്ഛൻ വക്കീലാണ് എന്നൊക്കെ അതുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. കാര്യമായിട്ട് എന്തെങ്കിലും പെൺകൊച്ചിന് കൊടുക്കുമെന്ന് കരുതി. അന്നേരം ഭാഗ്യലക്ഷ്മി ചോദിക്കുകയാണ്, എന്താണ് ജഗദീഷിന്റെ മാമൻ ഉദ്ദേശിക്കുന്നത്? ഉദ്ദേശിക്കുന്ന കാര്യം പറയാനാണ് എന്നെയും കൂട്ടി ഇവർ വന്നിരിക്കുന്നത്. ഞാനാകുമ്പോഴേ ഉള്ളതുപോലെ പറയും. അതിനൊരു മറയുമില്ല. പെൺകൊച്ചിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഒരു 10-250 പവൻ കൊടുക്കേണ്ടതാണ്. പിന്നെ സ്വർണത്തിന് വലിയ വിലയായതുകൊണ്ട് ഒരു 101 പവൻ കൊടുക്കാം. അതുപോലെ തന്നെ കല്യാണ ചിലവിനുള്ള പോക്കറ്റ് മണി ഒരു 10-15 ലക്ഷം രൂപ നിശ്ചയം കഴിഞ്ഞാൽ ഉടനെ തന്നെ കൊടുക്കണം. കല്യാണം കഴിഞ്ഞാൽ ഒരു 50 ലക്ഷം രൂപ ഇവന്റെ പേരിൽ ബാങ്കിലിടണം. ഇതൊക്കെ കേട്ടൊന്ന് ഞെട്ടുകയാണ് ഭാഗ്യലക്ഷ്മിയും ദിലീപും ദീപയും വിജയകുമാറും ദിയയും ഒക്കെ. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് മറ്റ് സ്വത്തുവകകളെ കുറിച്ച് സംസാരിക്കാം. നിങ്ങളുടെ മകൻ ഇപ്പോൾ ഡോക്ടറായിട്ട് ഇറങ്ങുമല്ലോ. അതിനുശേഷം ഒരു പെൺകുട്ടി ഈ വീട്ടിലേക്ക് വരുമല്ലോ. അതുകൊണ്ട് ഇതൊന്നും നിങ്ങളെ സംബന്ധിച്ച് ഒരു കാര്യമൊന്നും അല്ല. ഇതൊക്കെ കേട്ട് ദേഷ്യപ്പെട്ട് ഭാഗ്യലക്ഷ്മി പറയുകയാണ്, വില പറഞ്ഞ് എന്റെ മോളെ കൊണ്ടുപോകാൻ ഞാൻ അറവുശാലയിലേക്കല്ല എന്റെ മകളെ വിടുന്നത്. പ്രസാദ് പറഞ്ഞായിരുന്നു സ്ത്രീധനം ഇഷ്ടം പോലെ ഞങ്ങൾ കൊടുക്കുമെന്ന്. പയ്യന്റെ അച്ഛൻ പറയുകയാണ്, പ്രസാദ് ഒന്നും പറഞ്ഞില്ല, എന്നാലും ഞങ്ങൾ പറയേണ്ടത് പറയണമല്ലോ. പയ്യന്റെ അമ്മാവൻ ചോദിക്കുകയാണ്, അറിഞ്ഞു വെച്ചുകൊണ്ട് അത്യാവശ്യം ദുർനടപ്പുള്ള ഒരു പെൺകുട്ടിയെ ആരെങ്കിലും 2 കൈ നീട്ടി സ്വീകരിക്കുമോ? അതായത് പ്രഭാകരന് വീട് വെച്ച വകയിൽ കുറച്ച് ബാധ്യതയുണ്ട്, അത് പെട്ടെന്ന് തീർക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ആലോചനയുമായിട്ട് മുന്നോട്ട് വന്നത്. ഇതെല്ലാം കേട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോവുകയാണ് ദീപ. ഇതൊക്കെ കണ്ട് ദിയ വന്ന് ചോദിക്കുകയാണ്, അമ്മ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? ദിയയെ കണ്ട് അമ്മാവൻ ചോദിക്കുകയാണ്, ഇതാണോ ഇളയാള്? ഒളിഞ്ഞിരിക്കുകയായിരുന്നോ? അതെ, പക്ഷെ ഇവിടത്തെ സംസാരം കേട്ടപ്പോൾ അങ്ങനെ ഒളിഞ്ഞു നിൽക്കണ്ട എന്ന് തോന്നി. അമ്മാവൻ പറയുകയാണ്, കല്യാണം കഴിക്കാത്ത ഒരു പെൺകൊച്ച് പെണ്ണ് കാണാൻ വന്നതുകൊണ്ടായിരിക്കും അത്യാവശ്യം നാണം കുണുങ്ങിയ പോലൊക്കെ നിന്നത്. അവിടെന്നും പോയല്ലോ. ഇത് കേട്ട് ഭാഗ്യലക്ഷ്മി പറയുകയാണ്, എന്റെ മക്കൾ അങ്ങനെയാണ്. കേൾക്കാൻ പാടില്ലാത്തത് കേട്ട് കഴിഞ്ഞാൽ വെളിച്ചത്തിലേക്ക് വരും. എഴുന്നേൽക്കെല്ലാവരും. 101 പവനല്ല, നിങ്ങൾ പറഞ്ഞതുപോലെ 280 പവൻ കൊടുത്ത് എന്റെ 2 മക്കളെയും കല്യാണം കഴിപ്പിച്ചു വിടാൻ എനിക്ക് പറ്റുമായിരുന്നു. എനിക്ക് കിട്ടുന്ന സാലറിക്ക് പുറമെ ശുപാർശയായി വരുന്ന ചില മേലാളന്മാരുടെ കയ്യിൽ നിന്നും കൈക്കൂലി വാങ്ങിയിരുന്നെങ്കിൽ നയാ പൈസ ഇന്നേ വരെ ആരുടെയും കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിയിട്ടില്ല. ഇല്ലാത്തവർക്ക് കൊടുത്തിട്ടേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു വില്ലേജ് ഓഫീസർക്ക് 101 പവനും 50 ലക്ഷം രൂപയും പോക്കറ്റ് മണിയും ഒക്കെ തന്ന് പെൺമക്കളെ കല്യാണം കഴിപ്പിച്ചു വിടാനുള്ള ആസ്തി ഉണ്ടാവില്ല. അന്നേരം അമ്മാവൻ പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങളുടെ മോൾ മൂത്തു നരച്ച് ഇതിനകത്ത് ഇരിക്കത്തേ ഉള്ളൂ. ഇരിക്കട്ടെടോ, എത്ര കാലം വേണമെങ്കിലും ഇരുന്നോട്ടെ. എന്നാലും സ്വർണത്തെയും പണത്തെയും മോഹിച്ചു വരുന്ന ഒരുത്തനും എന്റെ മോളെ പിടിച്ച് ഞാൻ കൊടുക്കില്ല.
അങ്ങനെ തന്നാൽ ഒരു ദിവസം പോലും എന്റെ മോള് കരയാതെ അവനൊപ്പം ജീവിക്കില്ല. പിന്നെ ഏതായാലും പെണ്ണ് കാണാൻ വന്നതല്ലേ, അതുകൊണ്ട് വന്ന പോലെ പയ്യനെ തിരിച്ചുവിടാൻ തോന്നുന്നില്ല. പയ്യന്റെ അടുത്തേക്ക് ചെന്ന് ഭാഗ്യലക്ഷ്മി പറയുകയാണ്, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ സ്ത്രീധനം വാങ്ങിക്കുന്നതും ചോദിക്കുന്നതും കുറ്റമാണ്, അറിയോ നിനക്ക്? അല്ല ഞാൻ എന്ന് ജഗദീഷ് പറയുമ്പോൾ പയ്യനെ അടിക്കുകയാണ് ഭാഗ്യലക്ഷ്മി. ഇനി ഒരിടത്തും പോയി നീയും നിന്റെ വീട്ടുകാരും ഈ രീതിയിൽ പെണ്ണ് കാണരുത്. ഇവിടെന്ന് മടങ്ങി വീട്ടിലെത്തുമ്പോൾ പലരും ചോദിക്കുമല്ലോ പെണ്ണ് കാണാൻ പോയിട്ട് എന്തായെന്ന്, അപ്പോൾ ഈ കവിൾ കാണിച്ചു കൊടുത്താൽ മതി. ഇറങ്ങിപ്പോ, എല്ലാം ഇറങ്ങിപ്പോ എന്ന് പറയുമ്പോൾ ദിയ പറയുകയാണ്, അമ്മ പറഞ്ഞത് കേട്ടില്ലേ, എല്ലാവരും ഇറങ്ങിപ്പോയിൻ. അവരെല്ലാം പോയ ശേഷം വിജയകുമാർ പറയുകയാണ്, കൊള്ളാം, പെണ്ണ് കാണാൻ വന്ന പയ്യന്റെ കരണത്തടിക്കുക, അതും കല്യാണം നടക്കില്ല എന്ന് വന്നപ്പോൾ. പിന്നെ സ്ത്രീധനത്തുക ചോദിച്ചു എന്നും പറഞ്ഞ് അവർക്ക് കേസ് ഫയൽ ചെയ്യാൻ പറ്റില്ലല്ലോ. എടി, ആ പയ്യന്റെ കരണത്ത് തല്ലിയ തല്ലുണ്ടല്ലോ, അത് നീ നിന്റെ പേരുദോഷം കൽപ്പിച്ച മോൾക്കായിരുന്നു ആദ്യം കൊടുക്കേണ്ടിയിരുന്നത്. എന്നിട്ട് അതിനു മുതിരാതെ നടന്ന സംഭവങ്ങൾ ഉള്ളിൽ വെച്ചുകൊണ്ട് എല്ലാവരെയും വെല്ലുവിളിക്കുകയാണ് നീ ചെയ്തത്. നടന്ന സംഭവങ്ങളൊക്കെ എന്റെ മോള് അറിയാതെയാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് എല്ലാം ഉള്ളിലൊതുക്കി ഞാൻ നടന്നത്. ദിലീപ് പറയുകയാണ്, അമ്മയൊന്നും പറയണ്ട, അമ്മ ആദർശം ഒരു നിമിഷത്തേക്ക് മാറ്റിവച്ചിരുന്നു എങ്കിൽ ദീപയ്ക്ക് ഇപ്പോൾ ഈ പേരുദോഷം കേൾക്കേണ്ടി വരില്ലായിരുന്നു. ഭാഗ്യലക്ഷ്മി ചോദിക്കുകയാണ്, അതെന്താ മോനെ നീ അങ്ങനെ പറഞ്ഞത്? അമ്മ കോടതിയിൽ പോകാതിരുന്നെങ്കിൽ ഓൺലൈൻ മാധ്യമങ്ങൾ അവളെ കുറിച്ചുള്ള ദൃശ്യങ്ങളും വാർത്തകളും പുറത്തുവിടുമായിരുന്നോ? ഈ സംഭവം ഫ്ലാഷ് ആകുമായിരുന്നോ? ഭാഗ്യലക്ഷ്മി ചോദിക്കുകയാണ്, അപ്പോ അത് ശരി, ഞാൻ കോടതിയിൽ പോയത് തെറ്റായിപ്പോയി എന്നാണോ നീ പറഞ്ഞു വരുന്നത്? വിജയകുമാർ പറയുകയാണ്, അത് തെറ്റാണെന്ന് മാത്രമല്ല, സ്വന്തം മക്കളെ കൊള്ളിവെക്കുന്ന ഒരു അമ്മയുടെ നെറികെട്ട പ്രവൃത്തിയാണ് നിന്റെ കോടതിയിലേക്കുള്ള ആ പോക്ക്. ഭാഗ്യലക്ഷ്മി പറയുകയാണ്, നിനക്കറിയോ മോനെ, ഇങ്ങേരാണ് പറഞ്ഞു കൊടുത്തത് ഞാൻ കോടതിയിലേക്ക് വരാതിരിക്കാൻ എന്റെ മനസ്സിൽ തട്ടുന്ന എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാക്കണമെന്ന്. ദിലീപ് ചോദിക്കുകയാണ്, ഈ നാട്ടിൽ എത്രയോ പേര് വെട്ടുകൊണ്ട് തെരുവിൽ കിടന്ന് മരിക്കുന്നു, തല്ലുകൊണ്ട് മരിക്കുന്നു, അതിനൊക്കെ ഒരുപാട് സാക്ഷികളും ഉണ്ട്. അവരെല്ലാം കോടതിയിൽ പോയി സാക്ഷി പറയുകയാണോ? കരഞ്ഞുകൊണ്ട് ഭാഗ്യലക്ഷ്മി നിൽക്കുമ്പോൾ വിജയകുമാർ പറയുകയാണ്, എടാ, അവിടെ അവൾ സാക്ഷി പറയാൻ വന്നത് വേറൊന്നും കൊണ്ടല്ല, വീട്ടിൽ നടക്കുന്ന യുദ്ധം കോടതിയിലേക്കും വ്യാപിപ്പിക്കാൻ വേണ്ടിയാണ്. കോടതിയിൽ അച്ഛൻ തലതാഴ്ത്തി നിൽക്കുന്നത് ഇവൾക്ക് കണ്ണു നിറയെ കാണണമായിരുന്നു. എടി, അതിനുവേണ്ടി നീ ബലി കൊടുത്തത് നിന്റെ പുന്നാരമോളുടെ ജീവിതമാണ്. ഇതെല്ലാം കേട്ട് ദേഷ്യപ്പെട്ട് ദിയ പറയുകയാണ്, ഒന്ന് നിർത്തുന്നുണ്ടോ? അമ്മ എന്തു ചെയ്തെന്നാണ് എല്ലാരും ഈ പറയുന്നത്? ഇന്നേ വരെ ദൈവത്തിന് നിരക്കാത്ത ഒരു കാര്യവും എന്റെ അമ്മ ചെയ്തിട്ടില്ല. ദിലി പറയുകയാണ്, നീ അങ്ങനെ പറയൂ, എപ്പോഴും അമ്മയ്ക്കൊപ്പമേ നിൽക്കൂ. അമ്മയൊന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ ദേ ഇപ്പോൾ ഈ നടന്ന സംഭവങ്ങളൊന്നും ഉണ്ടാകില്ലായിരുന്നോ? പെണ്ണ് കാണാൻ വന്ന പയ്യന് മുൻപിൽ അണിഞ്ഞൊരുങ്ങി വന്നിട്ട് കരഞ്ഞോണ്ട് നിന്റെ ചേച്ചിക്ക് ഇവിടെന്ന് പോകേണ്ടി വരില്ലായിരുന്നോ? വിജയകുമാർ പറയുകയാണ്, മോനെ, ഇനി അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. ദേ ഈ റോഡിലൂടെ പോകുന്നവർ അകത്തേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് പോവുകയാണ്. പരിഹാസം കേട്ടിട്ട് വെളിയിലോട്ട് ഇറങ്ങാൻ വയ്യ. അപ്പോഴും പെൺമക്കളുടെ പ്രവൃത്തിയെ താലോലിക്കുന്ന ഒരമ്മ. എടി, നീയാണ് നിന്റെ പെൺമക്കളുടെ ശാപം. അവരുടെ ജീവിതം വഴിമുട്ടി പോവുകയാണെങ്കിൽ ആണുങ്ങളെ വെല്ലുവിളിക്കുന്ന നിന്റെ ഈ സ്വഭാവം തന്നെയാണ് അതിനു കാരണം. പച്ചയ്ക്ക് പറഞ്ഞാൽ അമ്മ സ്വന്തം മക്കളെ മണ്ണിട്ട് മൂടുന്നു. ജീവനോടെ നിന്നെ എനിക്ക് എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടു പോവുകയാണ് വിജയകുമാർ. ദിയ പറയുകയാണ്, അമ്മയുടെ അധ്വാനത്തിന്റെ മുക്കാലും ചിലവഴിക്കുന്നത് ഏട്ടന് വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ളപ്പോൾ ഞങ്ങളെക്കാളും ഏട്ടൻ സപ്പോർട്ട് ചെയ്യേണ്ടത് അമ്മയാണ്. എന്നിട്ടൊരവസരം വരുമ്പോൾ കുടുംബത്തെ നോക്കാത്ത, മക്കളുടെ ആവശ്യങ്ങളൊന്നും അറിയാത്ത അച്ഛനൊപ്പം കൂടുകയാണോ? അച്ഛനൊപ്പം നിന്ന് അമ്മയെ കുത്തി നോവിക്കുകയാണ് അല്ലേ? ദിലി പറയുകയാണ്, പറയേണ്ടതേ ഞാൻ പറഞ്ഞുള്ളൂ. അമ്മയെ വേദനിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ലമ്മേ. അമ്മ കോടതിയിൽ പോയത് കൊണ്ട് അച്ഛൻ തോറ്റു, സദാനന്ദന്റെ മോൻ ജയിലിലുമായി. അവിടെ ശരിക്കും തോറ്റത് ആരാ അമ്മേ? അമ്മയോ അതോ അച്ഛനുൾപ്പെടെയുള്ള അമ്മയുടെ എതിരാളികളോ? മരിച്ചവനും ജയിലിൽ പോയവനും അവനവന്റെ പാട്ടിനു പോയി. അവിടെയും അനുഭവിക്കുന്നത് അമ്മയും അമ്മയുടെ മോളുമാണ്. അത് തുടങ്ങിയിട്ടേയുള്ളൂ. ഇനി ആര് വരും അവളെ കെട്ടിക്കൊണ്ടുപോകാൻ? എടുപ്പത് പൊന്നും പണവും കൊടുക്കാതെ അമ്മയുടെ മോൾക്ക് ഒരു കുടുംബത്തിലേക്കും കയറി ചെല്ലാൻ കഴിയില്ല ഒരിക്കലും. ഇത്രയും പറഞ്ഞ് ദിലി പോകുമ്പോൾ ആകെ സങ്കടപ്പെട്ട് കരഞ്ഞു നിൽക്കുകയാണ് ഭാഗ്യലക്ഷ്മി. ഭാഗ്യലക്ഷ്മിയെ ആശ്വസിപ്പിക്കുകയാണ് ദിയ. അമ്മ ഇതൊന്നും കേട്ട് സങ്കടപ്പെടണ്ടമ്മേ. മോളുടെ അച്ഛൻ എന്തു പറഞ്ഞാലും എനിക്ക് അതൊന്നും ഓർത്ത് സങ്കടമില്ല. പക്ഷെ എന്റെ മോൻ അയാളോടൊപ്പം നിന്നിട്ട് എന്നെ വിമർശിക്കുന്നത് കേൾക്കുമ്പോൾ അതാണ് എനിക്ക് താങ്ങാൻ പറ്റാത്തത്. ഏട്ടനല്ലെങ്കിലും അങ്ങനെയല്ലേ, കുറച്ച് സ്വാർത്ഥത കൂടുതലല്ലേ അമ്മയുടെ മോന്? അതൊന്നും കാര്യമാക്കേണ്ട. പിന്നീട് ദിലിയുടെ മുറിയിലേക്ക് ദേഷ്യത്തോടെ ചെല്ലുകയാണ് ദിയ.
ദിലി ചോദിക്കുകയാണ്, നീ എന്താ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നത്? ദിയ പറയുകയാണ്, മനുഷ്യനായ കുറച്ച് നന്ദി വേണമെടോ, നന്ദി. ഞാനിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഡോക്ടറായി ഇറങ്ങിക്കഴിഞ്ഞാലേ കാട്ടേണ്ട നന്ദി കാണിക്കാൻ പറ്റൂ. നീ നിന്റെ ചേച്ചിയും കല്യാണം കഴിഞ്ഞു പോയാലും അച്ഛനെയും അമ്മയെയും സംരക്ഷിക്കേണ്ടത് ഞാനാണ്. ജീവിതകാലം മുഴുവൻ അവരെ ഞാൻ അന്തസ്സായിട്ട് നോക്കും. ദിയ പറയുകയാണ്, പിന്നെ ഇയാള് കുറെ നോക്കും. അച്ഛനെ പോലെ സ്വന്തം കാര്യം മാത്രം. അതറിയാതെ അമ്മ ആകാശം മുട്ടെ പ്രതീക്ഷയുമായിട്ട് നടക്കുകയാണ്. ചേട്ടൻ MBBSന് അഡ്മിഷൻ കിട്ടിയപ്പോൾ അമ്മ പറഞ്ഞൊരു വാക്കുണ്ട്, പേഷ്യൻസിനെ അധികം ബുദ്ധിമുട്ടിപ്പിക്കാതെ, അവരെ അധികം പിഴിയാതെ, വേദന അനുഭവിക്കുന്നവർക്ക് ഒരു ആശ്വാസമേകാൻ അങ്ങനെയുള്ള ഒരു ഡോക്ടറാകണം എന്റെ മോനെന്ന്. പക്ഷെ അതൊക്കെ വെള്ളത്തിൽ വരച്ച വരയാണെന്ന് എനിക്കറിയാം. ദേഷ്യപ്പെട്ട ദിലി പറയുകയാണ്, നീ നിന്റെ പാട് നോക്കിപ്പോയേ. അച്ഛൻ പറഞ്ഞു നിനക്കും കണ്ണിൽ കണ്ട ഗുണ്ടകളുമായിട്ടൊക്കെ അടുപ്പമുണ്ടെന്ന്. നീയൊക്കെ എങ്ങനെയാടി ഇങ്ങനെ ആയത്? ദിയ പറയുകയാണ്, ഞങ്ങളുടെ സ്വഭാവത്തിന് ഒരു കുഴപ്പവും ഇല്ല. ചേച്ചിക്ക് എങ്ങനെയാണ് പേരുദോഷമുണ്ടായതെന്ന് വിശദമായിട്ട് പറഞ്ഞു കേൾപ്പിച്ചിട്ടും ഇയാളുടെ തലയിൽ കയറിയിട്ടില്ല. അത് ഞങ്ങളുടെ കുഴപ്പമല്ല. കൂടെ നടക്കുന്നവരായാലും കൂടപ്പിറപ്പുകളായാലും ചതിക്കും. മനസ്സിനകത്ത് നന്ദി എന്ന് പറയുന്ന സാധനം ഇല്ലാത്തവർ. ഒരാൾക്ക് തിരിച്ചടി കിട്ടി, അറിയാമല്ലോ, ചേച്ചിയുടെ ക്ലോസ് ഫ്രണ്ട് രചന. അവളുടെ അച്ഛൻ മരിച്ചു. ആ അച്ഛന്റെ ഓപ്പറേഷന് വേണ്ടി പണം കണ്ടെത്താനാണ് അവൾ ഇത്രയും തരംതാണ് ഒരു കളി കളിച്ചത്. അതിനുള്ള ശിക്ഷ അവൾക്ക് കിട്ടി. അത് ഇരന്നു വാങ്ങിയതാണ് എന്ന് വേണം പറയാൻ. ചേട്ടന് അറിയാത്തതൊന്നും അല്ലല്ലോ ദീപ ചേച്ചിയെ. പല ക്ലാസ്സുകളിലാണെങ്കിലും 10ാം ക്ലാസ് വരെ നമ്മൾ ഒരു സ്കൂളിലാണ് പഠിച്ചത്. അന്ന് ചേച്ചിയെ കുറിച്ച് മാത്രമാണ് അമ്മ കംപ്ലൈന്റ് കേൾക്കാതിരുന്നത്. ആരുമായിട്ടും തല്ലും വഴക്കും കൂടിയിട്ടില്ല. അമ്മ എപ്പോഴും പറയുമായിരുന്നു അമ്മയുടെ സമാധാനമാണ് മൂത്ത മോളെന്ന്. ആ ചേച്ചിയാണ് ഇന്ന് ഉടുത്തൊരുങ്ങി ഒരുത്തന്റെ മുൻപിൽ നിൽക്കുന്നത്. ഇഷ്ടത്തോടെ അല്ല, അറിയാമല്ലോ. ഞാനും അമ്മയും ഒരുപാട് പ്രഷർ ചെലുത്തിയിട്ടാണ്. എന്നിട്ട് അവിടെ നിന്നപ്പോൾ പയ്യന്റെ കൂടെ വന്ന അവന്റെ അമ്മാവൻ പറഞ്ഞതോ, ചേച്ചിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ പ്രായമൊന്നും നോക്കാതെ ആ അമ്മാവന്റെ മുഖത്ത് ചെരുപ്പൂരി അടിച്ചേനെ. ആദ്യമായിട്ട് ചേട്ടൻ ഈ സംഭവങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഇവിടെ വന്നപ്പോൾ ചേച്ചിയോട് ചോദിച്ചതെന്താ, പോയി ചത്തൂടെന്ന് അല്ലേ? ചിലപ്പോൾ അതും സംഭവിക്കും. മനസ്സുമടുത്താൽ ചേച്ചി ചിലപ്പോൾ അതും ചെയ്യും. അതൊഴിവാക്കാനാണ് ഞാനും അമ്മയും ശ്രമിക്കുന്നത്. ദയവ് ചെയ്ത് ഒരു തെറ്റും ചെയ്യാത്ത ചേച്ചിയുടെ കൂടെ നിൽക്കണം ചേട്ടൻ. ഒന്നുമില്ലെങ്കിലും ചേട്ടന്റെ അനിയത്തിയല്ലേ, ആ ഒരു പരിഗണനയെങ്കിലും കൊടുത്തുകൂടെ? ഒന്ന് തലോടി ആശ്വസിപ്പിച്ചൂടെ? ആത്മവിശ്വാസം കൊടുത്തൂടെ? ദേഷ്യത്തോടുകൂടി ദിലി പറയുകയാണ്, ഞാൻ എത്രത്തോളം എന്റെ ഫ്രണ്ട്സിന്റെ മുൻപിൽ നാണം കെട്ട് കഴിഞ്ഞു. എനിക്ക് തലോടാനും വയ്യ, ആശ്വസിപ്പിക്കാനും വയ്യ. ഇവിടെന്ന് എങ്ങനെയെങ്കിലും എനിക്കൊന്ന് പോയാൽ മതി. ദിയ പറയുകയാണ്, അതെ, പോയാൽ മതി. പഠിത്തത്തിനുള്ള പൈസ അമ്മ തന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പോയാൽ മതിയല്ലോ ഏട്ടന്. ഞങ്ങളുടെ കാര്യം പോട്ടെ, അമ്മയ്ക്ക് ആപത്ത് വരുമ്പോഴെങ്കിലും കൂടെ നിൽക്കുമോ? അമ്മയുടെ കഷ്ടപ്പാടിനൊക്കെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമോ? അമ്മ ഒരിക്കലും പിടിച്ചു വാങ്ങില്ല. അമ്മയുടെ കടമകൾ ചെയ്തു കഴിഞ്ഞു. പക്ഷെ നമ്മളും ചെയ്യണം നമ്മുടെ കടമ. അത്രയും പറഞ്ഞ റൂമിൽ നിന്നും പോവുകയാണ് ദിയ. പിന്നീട് കാണിക്കുന്നത് സ്കൂട്ടിയിൽ വരുന്ന രചനയാണ്. എതിരെ വരികയാണ് ദിയ. ദിയയെ കാണാതെ രചന പോകുമ്പോൾ വണ്ടി തിരിച്ച് രചനയുടെ പിന്നാലെ പോവുകയാണ് ദിയ. രചനയുടെ വണ്ടി ഓവർടേക്ക് ചെയ്ത് മുന്നിലേക്ക് സ്കൂട്ടി നിർത്തുകയാണ് ദിയ. ദിയയെ കണ്ട് ആകെ ഒന്ന് പരിഭ്രമിച്ച് വണ്ടി നിർത്തി ഇറങ്ങുകയാണ് രചന. വണ്ടി നിർത്തി ഇറങ്ങിയ ശേഷം ദിയ പറയുകയാണ്, നിന്നെ ഞാനൊന്ന് കാണാനിരിക്കുകയായിരുന്നു. ബർത്ത്ഡേ പാർട്ടിക്കെന്നും പറഞ്ഞ് കൊണ്ടുപോയിട്ട് എന്റെ ചേച്ചി എന്നും പറഞ്ഞ് രചനയെ അടിക്കാൻ ദിയ കൈയോങ്ങുമ്പോൾ ദിയയുടെ കൈ തടുക്കുകയാണ് രചന. ദേഷ്യഭാവത്തിൽ രചന പറയുകയാണ്, അതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടി. നിന്റെ അമ്മയോട് ഞാൻ മാപ്പും പറഞ്ഞു. ഇനി നീ എന്റെ കരണത്ത് കൈവയ്ക്കാൻ നോക്കണ്ട എന്നും പറഞ്ഞ് ദിയയുടെ കൈ തട്ടി മാറ്റുകയാണ് രചന. ദിയ പറയുകയാണ്, നിന്റെ ചുറ്റിനും മരണമാണ്. നിന്നെ കൊന്നു തള്ളാനുള്ള ആൾക്കാർ നിന്റെ പിന്നാലെ തന്നെ ഉണ്ട്. നിന്നെ തൂക്കിയെടുത്തുകൊണ്ട് പോകാനായിട്ട് ചിലര് വന്നപ്പോഴാണ് നിന്റെ അച്ഛൻ മരിച്ചത്. അത് നിനക്ക് ഭാഗ്യമാണ്. രചന പറയുകയാണ്, എന്നെ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെടി. അച്ഛനും കൂടി പോയതോടെ ഞാൻ അനാഥയാണ്. ദിയ പറയുകയാണ്, അതെ, നിനക്ക് നേരത്തെ അമ്മ ഇല്ല എന്ന് അറിയാം. അമ്മ മരിച്ചു പോയതാണോ അതോ മറ്റാരുടെയെങ്കിലും ഭാര്യയെ കുടുംബമായി ഇപ്പോഴും അവർ ജീവിച്ചിരിപ്പുണ്ടോ? നിന്റെ പ്രവർത്തികൾ വെച്ച് നോക്കുമ്പോൾ നിന്നെ ജനിപ്പിച്ചവരും ഒരു വഴിപിഴച്ചവർ ആയിരിക്കാനാണ് സാധ്യത. രചന പറയുകയാണ്, അതേടി, പേരുദോഷം കൽപ്പിച്ച ഒരമ്മയുടെ മകളാണ് ഞാൻ. അതിന് കാരണക്കാരായവർ പലരുമുണ്ട്. പുറത്തു മാത്രമല്ല, നിന്റെ വീട്ടിനകത്തും. സദാനന്ദന്റെ കയ്യിൽ നിന്ന് നക്കാപ്പിച്ച് വാങ്ങിച്ചത് എന്റെ അച്ഛനെ ചികിത്സിക്കാനാണ്. എന്നാൽ അതിനപ്പുറം നിന്റെ കുടുംബത്തെ ഞാൻ നോട്ടമിട്ടിരിക്കുകയാണ്. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ദീപയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയതും.
അവളുടെ മനസ്സിൽ മറ്റൊരു സ്റ്റുഡന്റിനും ഇല്ലാത്ത സ്ഥാനം നേടിയെടുത്തതും. എനിക്കൊരു കുറ്റബോധവുമില്ല, വേദനയുമില്ല. ദീപ പാവമാണെന്നും നിരപരാധിയാണെന്നും എനിക്കറിയാം. എന്നാൽ തെറ്റുകൾ മാത്രം ചെയ്യുന്ന ചിലര് നിന്റെ വീട്ടിനകത്ത് ഉണ്ട്. അവരുടെ മുഖം ഓർക്കുമ്പോൾ ഇതല്ല ഇതിനപ്പുറവും ചെയ്യാൻ തോന്നും. അത്രയും പറഞ്ഞ് വണ്ടിയിൽ കയറിയിരുന്നിട്ട് വണ്ടിയെടുത്ത് മാറ്റടി എന്ന് രചന പറയുമ്പോൾ ദിയ പറയുകയാണ്, നിനക്ക് പോകണമെങ്കിൽ ഒഴിഞ്ഞു പോകണം. അവള് റൂട്ട് തിരിച്ചു വിടുകയാണ്. അവിടെയും ഇവിടെയും തൊടാതെ സംസാരിച്ചിട്ട് പോകുന്നു. രചനയുടെ വണ്ടിയിൽ പിടിച്ചിട്ട് ദിയ ചോദിക്കുകയാണ്, എന്റെ വീടിനകത്ത് നിനക്കൊരു ശത്രു ഉണ്ടെങ്കിൽ അതാരാണെന്ന് പറയടി. പറയാം, അതിനിയും സമയം കിടക്കുകയല്ലേ. അത്രയും പറഞ്ഞ് വണ്ടി റിവേഴ്സ് എടുത്ത് പോവുകയാണ് രചന. മുന്നോട്ട് വണ്ടി നിർത്തിയിട്ട് രചന പറയുകയാണ്, സമയമാകുമ്പോൾ ഞാൻ എത്തും. ചില കഥകൾ പറയാൻ. നിനക്കും നിന്റെ ചേച്ചിക്കും ഒന്നും അറിയാത്ത കഥകൾ. അത്രയും പറഞ്ഞു പോവുകയാണ് രചന. രചന പറഞ്ഞതൊന്നും മനസ്സിലാകാതെ നിൽക്കുകയാണ് ദിയ. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.